ഹായ്. അപ്പം എനിക്ക് ഇങ്ങനെ ഇരുന്നപ്പോൾ കുറച്ച് മീൻ കഴിക്കാൻ ആഗ്രഹം. അപ്പം ഞാൻ കുളത്തിൽ പോയിട്ട് ചൂണ്ടയിട്ട് കുറച്ച് മീൻ, ആവശ്യത്തിന് മാത്രം കുറച്ചൊരു 10-15 മീൻ പിടിച്ചു. പിടിച്ചിട്ട് പോട്ട മീൻ, നല്ല ഫ്രഷ് മീൻ. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് ഇങ്ങനെ ആലോചിച്ചു. അപ്പം ഫ്രൈ ചെയ്യാം. അപ്പം ഫ്രൈ ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ എനിക്ക് ചെയ്താൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു. അപ്പോൾ കുറച്ച് മീൻ കറി വയ്ക്കാൻ മാറ്റി വെച്ചു. അപ്പോൾ ഇപ്പം ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് എന്താ നല്ല മീൻ, മുളക്, മഞ്ഞൾ ഒക്കെ ഇട്ട് കുതിർത്തി വെച്ചിട്ട് ജസ്റ്റ് ഇതിൽ ഞാൻ തൈര് ഒഴിച്ചിട്ട് ലെമൺ പിഴിഞ്ഞൊഴിക്കും. അപ്പോൾ ലെമൺ പിഴിഞ്ഞൊഴിച്ചാൽ ഏറ്റവും നല്ല ബോയ്സ് ഉണ്ടാക്കുന്നത് കുക്കിംഗ് എന്തുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ. അത് ജസ്റ്റ് ഒരു ആവശ്യത്തിന് ഉപ്പിടുക, അതെന്തായാലും പറഞ്ഞു തരണ്ടല്ലോ. പിന്നെ കുറച്ച് കറുകാപ്പലയൊക്കെ ഇട്ടിട്ട് തൈര് ഒഴിച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയ ഫ്രഷ് മീൻ. ഇതൊക്കെ ടൗണിലേക്ക് പെട്ടെന്ന് കിട്ടില്ല ഫ്രഷ് മീൻ. ഇതൊക്കെ കുളത്തിൽ നിന്ന് ഇപ്പം പിടിച്ചിട്ട് ഇപ്പം കറി വയ്ക്കണ ഒരു സംഭവം. പിന്നെ ഇന്ന് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ബീഫുണ്ട്, പിന്നെ കക്ക ഇറച്ചി ഉണ്ടായിരുന്നു. കാക്കയല്ല കേട്ടോ, കക്ക. ഇനി ജസ്റ്റ് കുറച്ച് തൈര് ഒഴിച്ചാൽ നല്ല മൊരുമൊരുപ്പും അതിലൊരു പുളിപ്പ് തന്മയൊക്കെ കിട്ടും. നല്ല അടിപൊളിയായിട്ടുണ്ടാവും. കുറച്ച് മതി ഒഴിക്കുക, അപ്പം അത് അടിപൊളിയായിട്ടുണ്ടാവും. പിന്നെ ജസ്റ്റ് ഒരു 2 കറുകപ്പല, അതൊരു സ്മെല്ല് കിട്ടിയ അടിപൊളിയായിട്ടുണ്ടാവും. ഇനി അടുത്തത് തീപ്പെട്ടി പറഞ്ഞാലും എൻ്റെ ദേഷ്യം വരും. അപ്പം അടിപൊളിയായിട്ട് ബോയ്സ് ഉണ്ടാക്കുന്ന കറികൾ ഏറ്റവും അടിപൊളിയായിട്ടുണ്ടാവും. ഗ്യാസ് കത്തിക്കണമല്ലേ. അപ്പോൾ ഫ്രഷായിട്ട് പോട്ട മീൻ ഫ്രൈ ഉണ്ടാക്കാം. ലാസ്റ്റ് വന്നിട്ട് ഫ്രൈ ഉണ്ടാക്കിയ ശേഷം നാളേക്ക് നല്ല മീൻ കറി. അത് ചൈനീസ് മീൻ കറി എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. അങ്ങനത്തെ മീൻ കറി ചൈനീസ് പറഞ്ഞാൽ ഉപ്പുമുളകൊന്നും ഇല്ലാതല്ല, കുറച്ച് നമ്മുടെ ഉപ്പുമുളകൊക്കെ ചേർത്തിട്ട് ലേശം നല്ല നല്ല സംഭവമൊക്കെ ഒഴിക്കും. ഞാൻ പിന്നെ എത്ര കഴുകി വെച്ചാലും പിന്നെ ഒരിക്കൽ കഴുകണം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം. ബിക്കോസ് ഓയിൽ ഒഴിക്കുന്നു. ഓയിൽ ഒഴിച്ചു, മീൻ അങ്ങോട്ട് ഇടിക്കുന്നു. ചൂടാവട്ടെ. ചൂടായ കുറച്ച് ടേസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. ചൂടായി കഴിഞ്ഞാൽ മോഞ്ചിൽ നല്ലൊരു വരുമാനം കിട്ടി. അത് കുറേ പേരായിട്ടാണ്. അപ്പം യൂട്യൂബിലും കുറച്ചായിട്ട് നല്ല നല്ല ആൾക്കാർ വരുന്നുണ്ട്. ബോയ്സിൻ്റെ കുക്കിംഗ് ഏറ്റവും ബെസ്റ്റാണ്. ബോയ്സിൻ്റെ കുക്കിംഗ് ഗേൾസിൻ്റെ ബെസ്റ്റ് അല്ല എന്ന് പറയില്ല, ബോയ്സിൻ്റെ കുക്കിംഗ് ഏറ്റവും ബെസ്റ്റാണ്. അപ്പം മീൻ ഇട്ടേ ഇന്ന് മീൻ നിറയുണ്ട്. കാരണം ഇന്ന് ആൾക്കാർ കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. അതുകൊണ്ട് മീനിന്ന് കുറച്ച് നിറയുണ്ട്. ഏറ്റവും അധികം മീൻ നിറയുണ്ട്. എണ്ണ കഴിക്കും. എല്ലാം വലിയ മീനാണ്. എല്ലാം വലിയ വലിയ മീനായതുകൊണ്ട് എല്ലാം വലിയ 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 മീൻ. അപ്പം ഫ്രൈ ആവാൻ കുറച്ച് മിനിറ്റ് മാത്രം. ഫിഷ്
അപ്പോൾ നാളെ നമുക്ക് ഫിഷ് ഫ്രൈ പുതിയ ഇൻഗ്രീഡിയൻസ് ഞാൻ ഇങ്ങനെ ആലോചിച്ച് കണ്ടുപിടിക്കുന്നതല്ല, ജസ്റ്റ് എനിക്ക് കുക്കിങ്ങിനോടുള്ള താല്പര്യങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ.